നമ്മളിപ്പോൾ ഒരു നമ്പർ ഇടാം. 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ ഫേസ് വാല്യൂ ആണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകും. അപ്പോൾ ഇടാം. ഓക്കെ, ഈ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് വാല്യൂക്കകത്ത് 1ന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 തന്നെയാണ്. 6ന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 തന്നെയാണ്. 3ന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 3 തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ഫേസ് വാല്യൂയിലെ ഏത് ഡിജിറ്റ് നമ്പർ വന്നാലും അത് സെയിം തന്നെയാണ്. ഓക്കെ, ഒരു നമ്പർ കൂടെയാണ്, അത് മാറ്റുന്നില്ല, ഫേസ് വാല്യൂ തന്നെയാണ്. ഫേസ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മൾ പ്ലേസ് വാല്യൂയിലേക്ക് പോകും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഫേസ് വാല്യൂ വേറെയും പ്ലേസ് വാല്യൂ വേറെയാണ്, രണ്ടും വേറെ വേറെയാണ്. ഇത് 3 ഡിജിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ്? 457. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. 7ന്റെ ഫേസ് വാല്യൂ നോക്കാം. 7ന്റെ ഫേസ് വാല്യൂ എന്താണ്? 7 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് 5ന്റെ ഫേസ് വാല്യൂ എന്താണ്? 5 തന്നെയാണ്. നെക്സ്റ്റ് 4ന്റെ ഫേസ് വാല്യൂ എന്താണ്? 4 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായ ലാസ്റ്റ് ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് പ്ലേസ് വാല്യൂ കിട്ടും. ഈ പ്ലേസ് വാല്യൂ നമുക്കൊരു നമ്പർ ഇടാം. ഇത് 3 ഡിജിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതില് 1 സ്പേസ് 10 സ്പേസ് 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4ന്റെ പ്ലേസ് വാല്യൂ നോക്കാം. 4ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 4 തന്നെയാണ്. 6ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 60 ആണ്. 5ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 500 ആണ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4, അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ ഇപ്പോൾ പഠിക്കണം. അപ്പോൾ ഈ 4ന്റെ പ്ലേസ് വാല്യൂ 4 ആണ്. അത് എന്തുകൊണ്ടാണ് ആ 4 ആയത്? ഇത് 1 സ്പേസ് ആയതുകൊണ്ട്. 1 സ്പേസ് ആയതുകൊണ്ട് ഇത് 4 തന്നെയാണ്. ഓക്കെ, 1 സ്പേസ് ആയതുകൊണ്ടാണ് 4 ആയത്. നെക്സ്റ്റ് ഇത് 10th പ്ലേസിൽ ആരാണ് നിൽക്കുന്നത്? 6. അപ്പോൾ ഇത് 6 60 ആണ്. എന്തുകൊണ്ടാണ് അവിടെ 60 വന്നത്? ആ 10th പ്ലേസ് ആയിട്ടാണ്. 5 ഇപ്പോൾ ഏത് നമ്പറാണ് ഏർപ്പെട്ടത്? അപ്പോൾ ഇത് 100th പ്ലേസിലാണ്. 5 ഇപ്പോൾ ഏത് പ്ലേസിലാണ്? 100th പ്ലേസ്. ഇതിങ്ങനെ വരുമ്പോൾ 500 അല്ലേ? എന്തുകൊണ്ട് 500 ആയി? 100th പ്ലേസിലാണ് 500 ആയി. 890. അപ്പോൾ ഇതിന്റെ 2ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 2ന്റെ പ്ലേസ് വാല്യൂ 2 തന്നെയാണ്. എന്തുകൊണ്ട്? 1 സ്പേസ് ആയിട്ട്. അടുത്ത 9ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 90. എന്തുകൊണ്ട്? അത് 10 സ്പേസ് ആണ്. നെക്സ്റ്റ് 8ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 800. എന്തുകൊണ്ട്? അത് 100 സ്പേസ് ആണ്. മനസ്സിലായോ? ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇത് എൻ്റെ വീഡിയോയോട് അവസാനിക്കും. രണ്ടും എഴുതാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ സെയിം നമ്പർ തന്നെയാണ് എഴുതിയേക്കുന്നത്, പറഞ്ഞു. അപ്പോൾ ഈ 3 ഇപ്പം ഇത് ഫേസ് വാല്യൂ ആണ് ഇപ്പോൾ പറയുന്നത്. 3ന്റെ ഫേസ് വാല്യൂ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് 3ന്റെ ഫേസ് വാല്യൂ എന്താ? 3 തന്നെയാണ്. എന്താണ് പറഞ്ഞത്? ഫേസ് വാല്യൂ ഏത് ഡിജിറ്റ് വന്നാലും അത് സെയിം ഡിജിറ്റ് തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് 2 ഡിജിറ്റ്. 2 നമ്പർ ഇതിപ്പോ എന്താണ്? നമ്പറാണ് 2. അപ്പൊ 2ന്റെ ഫേസ് വാല്യൂ എന്താണ്? 2 തന്നെയാണ്. നെക്സ്റ്റ് 8ന്റെ ഫേസ് വാല്യൂ എന്താണ്? 8ന്റെ ഫേസ് വാല്യൂ 8 തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് പ്ലേസ് വാല്യൂ ഉണ്ട്. പ്ലേസ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ കിടക്കുന്നത് എന്താണ്? സെയിം നമ്പർ തന്നെയാണ്, 823. ഓക്കെ, അപ്പൊ ഈ 3 ആണ് നമ്മൾ 1 സ്പേസ് എന്താണ്? പ്ലേസ് വാല്യൂ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 1 സ്പേസിന് 3 ഏത് പ്ലേസ് ആണ്? 1 സ്പേസ്. അപ്പൊ എന്താണ് അവിടെ വരേണ്ടത്? 3 തന്നെയാണ്. 2 ഇപ്പൊ ഏത് പ്ലേസിലാണ്? 10 സ്പേസിലാണ്.
ലക്കി നമ്പർ എന്തുവാ 8. അപ്പൊ 8ന്റെ പ്ലേസ് ഇപ്പൊ എന്താണ് 100. അപ്പൊ 100 പ്ലേസ് ആയതിന്റെ അവിടെ 800 ഉണ്ട്. അത് പറഞ്ഞുതരാം. ഫേസ് വാല്യൂല് ഏത് ഡിജിറ്റ് നമ്പർ ആയാലും അത് സെയിം തന്നെയാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് അതുപോലെയല്ല ഈ പ്ലേസ് വാല്യൂല് ഇപ്പോ ഏത് സെയിം ഡിജിറ്റ് നമ്പർ ആയാലും അതിൽ 1 സ്പേസ് എന്തായാലും ആ സെയിം ഡിജിറ്റ് ആയിരിക്കും. 10 സ്പേസ് അത് അവിടെ ഇപ്പൊ ഇതിപ്പോ 7 ആണെങ്കിൽ ഇവിടെ 17 എഴുതണം. ഇവിടെ ഇപ്പോ ഒരു 4 ആണെങ്കിൽ 400 എഴുതണം. മനസ്സിലായല്ലോ? താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ.